അമ്പലക്കാക്ക. ക്ഷേത്രാങ്കണത്തിലെ ആൽമരക്കൊമ്പിലെ ഏറ്റവും മുകളിലെ കൊമ്പിൽ നിന്നും അമ്പലക്കാക്ക താഴോട്ട് നോക്കി. മുകളിലേക്ക് നോക്കിയാൽ താഴികക്കുടം കാണാം. താഴെ ശാന്തിക്കാരൻ എത്തിയിരിക്കുന്നു. കയ്യിൽ പ്രസാദപാത്രവുമുണ്ട്. പൂജ കഴിഞ്ഞ് പ്രസാദ വിതരണം നടക്കുമ്പോൾ കുറച്ചു വറ്റെങ്കിലും താഴെ വീഴാതിരിക്കില്ല. തനിക്ക് വിശപ്പടക്കാൻ അത് മതിയാവും, കാക്ക ഉള്ളിൽ കരുതി. ഭഗവതിയുടെ ചുറ്റും നിൽക്കുന്നവരെ ഭയമുള്ളതിനാൽ അവരെ ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് മെല്ലെ പറന്ന് ക്ഷേത്രാങ്കണത്തിൽ ചെന്നു. മുഖഭാവം വ്യക്തമല്ലാത്ത ഭഗവതിയെ പൂജിക്കുന്ന തിരക്കിലാണ് കൂടെ ചേർന്ന് നിൽക്കുന്നവരും ദൂരെ മാറി നിൽക്കുന്നവരും. അമ്പലക്കാക്കയുടെ കണ്ണ് പ്രസാദപാത്രത്തിലായിരുന്നു. വറ്റ് താഴെ വീണാൽ അത് ഞാൻ കൊത്തിത്തിന്നും, തിരിപ്പക്ഷികൾ കാണുന്നതിനു മുമ്പേ. വെറുതെ ഭഗവതിയെ നോക്കിയപ്പോൾ വർണ്ണപ്പൂക്കൾ ഇടകലർത്തിയ മാലയ്ക്ക് അന്നും ചന്തം തോന്നി. ശാന്തിക്കാരൻ്റെ 5-6 വയസ്സുള്ള മകൻ തപ്പിത്തടഞ്ഞ ഗായത്രിയും ചൊല്ലി അതിലെ ഓടി നടക്കുന്നു. അപ്പോഴാണവൻ കാക്കയെ കണ്ടത്. പോ കാക്കയെ ദൂരെ. അവൻ കൈവീശി ആംഗ്യം കാണിച്ചു. കാക്ക വീണ്ടും ആൽമരക്കൊമ്പിലേക്ക് തന്നെ പറന്നുപോയി. പ്രസാദപാത്രം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഭക്തരും കുറവാണ്. തീർച്ചയായും എനിക്കും അല്പം കിട്ടും, അവൻ മനസ്സിൽ കരുതി. താഴെ അമ്പലനടയിൽ കോന്തസ്വാമി തൻ്റെ ഭിക്ഷാപാത്രവുമായി ഇരിപ്പുണ്ട്. ഭക്തരുടെ എണ്ണം കൂടുമ്പോൾ അമ്പലക്കാക്കയുടെ മനം അസ്വസ്ഥമാവാൻ തുടങ്ങി. അവസാനം അതിലൊരു വറ്റും തനിക്ക് കിട്ടില്ലേ എന്നവൻ ചിന്തിച്ചു. ശാന്തിക്കാരൻ്റെ മകൻ്റെ കുസൃതികൾ കണ്ടുകൊണ്ട് കാക്ക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടിച്ചു. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാവും പരിസരവുമൊക്കെ എത്ര ശാന്തമായിരുന്നു. ആലിലകൾ മന്ത്രം ചൊല്ലുന്നത് പോലും കേൾക്കാമായിരുന്നു. ഇപ്പോൾ മന്ത്രജപം ഉച്ചഭാഷിണികൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ കപട ശബ്ദം കാരണം മനുഷ്യഭക്തർ മാത്രമേ കാവിലെത്താറുള്ളൂ. എൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് അമിത ശബ്ദം ഭയമായതിനാൽ ഞങ്ങൾ ആൽമരക്കൊമ്പിൽ ഇരിക്കാറേ ഉള്ളൂ എന്ന് കാക്ക മനസ്സിലോർത്തു. അമ്പലപ്രാവുകളും ഈ പരാതി പറയാറുണ്ട്. ഒരിക്കൽ കാട്ടിൽ മൈലമ്മ തുറന്നു പറയുക തന്നെ ചെയ്തു. ഈ മനുഷ്യന്മാരുടെ വിചാരം വിഗ്രഹം അവരുടെ മാത്രമാണെന്നാണ്. ഇന്നത്തെ പൂജ കഴിഞ്ഞിരിക്കുന്നു. ഭക്തർക്കൊക്കെ ഓരോ കൈ പ്രസാദവും കൊടുത്ത ശാന്തിക്കാരൻ പ്രസാദ ചെമ്പുമായി സ്വഗൃഹത്തിലേക്ക് നടന്നു പോകുന്നു. ചെമ്പിൽ ഇനിയും ഒരൽപ്പമുണ്ടെന്ന് തോന്നുന്നു. ശാന്തിക്കാരൻ്റെ കുസൃതിക്കുട്ടി ഗായത്രിയും ചൊല്ലി പുറകെയുണ്ട്. അമ്പലക്കാക്ക മുറ്റത്തേക്ക് പറന്നു ചെന്നു. ചിതറിക്കിടക്കുന്ന വിത്തുകൾ വിശപ്പോടെ അകത്താക്കാൻ തുടങ്ങി.